പവിത്രഭൂമിയിൽ ഇന്ന് വന്ന ലേഖനം. മലയിലെ മാഹാത്മ്യം. വായിക്കുന്നത് ഉഷാകുമാരി മണ്ണത്തൂർ. രചന അനിൽ മണ്ണത്തൂർ. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ശബരിമല ശാസ്താവിൻ്റെ ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും പറയാനുണ്ടാവും സ്വാമി കടാക്ഷത്തിൻ്റെ അനേകം കഥകൾ. ഒരിക്കൽ പോലും മല ചവിട്ടാൻ കഴിയുമെന്ന് കരുതിയിട്ടില്ലാത്ത എനിക്ക് പലതവണ സ്വാമിയുടെ മുന്നിലെത്താൻ കഴിഞ്ഞത് ഭക്തിയോടെ ഓർക്കട്ടെ. ഒരിക്കൽ വലിയ തിരക്കിനിടയിൽ എന്നെയും ദിവൻമാമനെയും പടിക്കലേക്ക് നയിച്ച പോലീസ്. സ്വാമി ആരുടെ തീരുമാനമാണ് നിറവേറ്റിയത്? ഞാൻ ഇന്ന് അമ്മയുടെ അനുഭവം പറയാനാണ് വന്നത്. ഗുരുദക്ഷിണയുടെ പുണ്യം. അമ്മ നല്ലൊരു ദൈവവിശ്വാസിയായിരുന്നു. കാലിനുണ്ടായിരുന്ന വേദനയുടെ പ്രയാസമുള്ളതിനാലും പ്രമേഹത്തിൻ്റെ ശക്തമായ ശല്യമുള്ളതിനാലും ശബരിമല യാത്ര സാധ്യമല്ലെന്നാണ് അവർ കരുതിയിരുന്നത്. വർഷം തോറും ശബരിമല പോകാറുള്ള എൻ്റെ സഹോദരി ഭർത്താവിനോട് പോലും അമ്മ ശബരിമലയിൽ പോകാനുള്ള ആഗ്രഹം സൂചിപ്പിച്ചതുമില്ല. ഒരു ദിവസം ഞാനും അമ്മയും വീട്ടിനകത്തിരിക്കുമ്പോൾ ടീച്ചറേ ടീച്ചറേ എന്ന് പുറത്തുനിന്ന് ആരോ വിളിക്കുന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അമ്മയുടെ പഴയ ശിഷ്യൻ, ഏകദേശം 20 വയസ്സുള്ള നാട്ടിലെ വികൃതി പയ്യൻ നിൽക്കുന്നു. അവൻ്റെ വിളി കരച്ചിൽ പോലെയാണ് തോന്നിയത്. എന്താടോ? ടീച്ചറുടെ ഗൗരവം നിറഞ്ഞ ചോദ്യം. എനിക്ക് 1500 രൂപ വേണം. എൻ്റെ കയ്യിൽ പണമില്ല, അവനെ നന്നായി അറിയുന്ന അമ്മ പറഞ്ഞു. പറ്റില്ല വല്യമ്മേ, എനിക്ക് ഇന്ന് മലയ്ക്ക് പോണം. നിങ്ങളല്ലാതെ ആരാണ് സഹായിക്കുക? വന്നിട്ടൊരാഴ്ച കൊണ്ട് മടക്കി തരും. സ്വാമിയാണേ സത്യം, അവൻ തൻ്റെ മാല പുറത്ത് കാട്ടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ അമ്മ പണം കൊടുത്തു. ദർശനം കഴിഞ്ഞ് അവൻ വന്നു. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടും പണം തിരികെ കിട്ടിയില്ല. ശിഷ്യൻ സ്വാമിയുടെ പണത്തിൻ്റെ പേരിൽ ഞാൻ അമ്മയെ കളിയാക്കും. കൂടെ വല്യമ്മേ എന്നൊരു വിളിയും ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും ശബരിമലയിൽ പോകാൻ കഴിയാത്ത എനിക്ക് ആ പണം കൊണ്ടൊരു കുട്ടിയെ ശബരിമലയ്ക്ക് പറഞ്ഞയക്കാൻ പറ്റിയല്ലോ. അമ്മ ഇങ്ങനെ പറയും. ആ കുട്ടിയെ മലയ്ക്ക് പോകാൻ സഹായിച്ച എനിക്ക് അതിൻ്റെ ഫലം കിട്ടും. അതൊരു പ്രശ്നമല്ല. അയ്യൻ്റെ തിരുവിളയാടൽ അങ്ങനെയിരിക്കെ 2002 മണ്ഡലകാലത്തിന് മുൻപ് അമ്മയുടെ ആത്മമിത്രവും ഞങ്ങളുടെ കുടുംബക്കാരനവരുടെ ഭാര്യയുമായ ഭാർഗവി ഏട്ടത്തി വീട്ടിൽ വന്നു. കുട്ടിയെടുത്തി ശബരിമലയിലേക്ക് വരുന്നോ? ആശയുണ്ട്, കയറാനാവില്ല, ഇവരൊന്നും സമ്മതിക്കില്ല. ആങ്ങളമാരെയാണ് മൂപ്പത്തി ഉദ്ദേശിച്ചത്. ഈ തവണ മണ്ണത്തൂരെ കുട്ടികളൊക്കെയുണ്ട്. ദേവദാസനും ബാബുവും അശോകനും ആനന്ദനും. പിന്നെ എല്ലാവരും നിങ്ങളുടെ കുട്ടികളല്ലേ? കാരണവരുടെയും എൻ്റെയും കൂടെയാണെന്ന് പറഞ്ഞാൽ രാധനും സേതുവും വേണുവും ഒന്നും പറയില്ല. അങ്ങനെ അമ്മ ഞങ്ങളോടൊന്നും പറയാതെ വ്രതം തുടങ്ങി. അന്ന് 10 വയസ്സുണ്ടായിരുന്ന കീർത്തന, മാമൻ്റെ മകൾ, രഹസ്യമായി വിവരം മനസ്സിലാക്കി ആ കൊച്ചു മൂപ്പത്തി സ്വയം മണ്ഡലവ്രതം ആരംഭിച്ചു. പലരും ചോദ്യം ചെയ്തിട്ടും ആ കൊച്ചു ഭക്ത രഹസ്യം സൂക്ഷിച്ചു. ഞാനും വല്യമ്മയും മലയ്ക്ക് പോകുന്ന വിവരം സ്കൂൾ ചങ്ങാതിമാർ വഴി അവളിൽ നിന്ന് പുറത്തായി. അമ്മയുടെ സഹായിയായി രാജേഷിനെയും ഏർപ്പാടാക്കി. യാത്ര പോകുന്നതിന് 4 ദിവസം മുൻപ് അമ്മയ്ക്ക് കാലിന് കനത്ത വേദന, ഷുഗർ 450, മല കയറാൻ പറ്റില്ല, വിശ്രമം വേണം. ഡോക്ടർ കർശനമായി നിർദ്ദേശിച്ചു. എന്തായാലും പോകും, കക്കോട്രി പരദേവത കൊണ്ടുപോകുമെന്ന് അമ്മയുടെ വിശ്വാസം. കിത്തുവിൻ്റെ, കീർത്തനയുടെ ആശങ്ക എന്തിന് പറയണം? ഭാർഗവിയേടത്തിയുടെയും ദേവദാസേട്ടൻ്റെയും തുളസിയുടെയും ഒപ്പം ആ വാഹനത്തിലെ ഓരോ സ്വാമിയുടെയും ഫലത്തിൽ അമ്മ സുഖമായി ദർശനം പൂർത്തിയാക്കി. 450 ഷുഗറുള്ള, കാലിനേറെ പ്രശ്നങ്ങളുള്ള അമ്മയ്ക്ക് 3.5 മണിക്കൂർ കൊണ്ട് മല കയറാൻ കഴിഞ്ഞത് അയ്യൻ്റെ അത്ഭുതമല്ലേ?
അന്നത്തെ ശിഷ്യൻ സ്വാമിയുടെ പ്രാർത്ഥനയുടെ പുണ്യമാണ് അമ്മയെ അവിടെ എത്തിച്ചതെന്നാണ് അമ്മ എന്നും വിശ്വസിച്ചിരുന്നത്. സ്വാമീ ശരണം.